9 മാസത്തോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞ ശേഷം ഇന്ന് പുലർച്ചെയാണ് നാസയുടെ ശാസ്ത്രജ്ഞരായ സുനിത വില്യംസും ബുഷ് വിൽമോറും ഭൂമിയിലെത്തിയത്. ഇന്ത്യൻ വംശജയായ സുനിത ഇന്ത്യയുമായുള്ള ബന്ധം നിലനിർത്താൻ പലപ്പോഴും ശ്രമിക്കാറുമുണ്ട്. ഇന്ത്യൻ ഭക്ഷണങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന സുനിത ആത്മീയ കാര്യങ്ങളിലും ശ്രദ്ധിക്കാറുണ്ട്. ബഹിരാകാശ യാത്രക്കിടെ ഹിന്ദു ദേവനായ ഗണപതിയുടെ വിഗ്രഹവും ഭഗവത്ഗീതയും ഇന്ത്യൻ പലഹാരമായ സമൂസയും അവർ ഒപ്പം കരുതി. ഒറ്റയ്ക്കുള്ള ബഹിരാകാശ യാത്രകളിലെല്ലാം ഭഗവത്ഗീത നിർബന്ധമായും കരുതാറുണ്ടെന്ന് സുനിത നേരത്തെ പറഞ്ഞിരുന്നു. ദൗത്യത്തിനിടെ ഭൂമിയെ ചുറ്റുമ്പോൾ ഈ പുണ്യഗ്രന്ഥങ്ങളിൽ നിന്ന് ജ്ഞാനവും ശക്തിയും നേടിയെടുക്കാനാണ് ഇവ കരുതിയിരുന്നത് എന്നായിരുന്നു പറഞ്ഞത്. ഗണപതി ഭാഗ്യദേവനാണെന്നും താനൊരു തികഞ്ഞ ഭക്തയാണെന്നും അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഭഗവാൻ ഒപ്പമുണ്ടെന്നാണ് പലപ്പോഴും കരുതുന്നത്. അദ്ദേഹം തന്നെ വഴി നടത്തുന്നതായാണ് വിശ്വസിക്കുന്നത് എന്ന് മുമ്പ് NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ സുനിത പറഞ്ഞിരുന്നു. മടങ്ങിവരവിൽ 2016 സുനിത നൽകിയ അഭിമുഖമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയിൽ താൻ ഭഗവത്ഗീത കൊണ്ടുപോയിരുന്നുവെന്നും ഇനി പോയാൽ കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളത് ഗണപതിയുടെ ചെറിയ വിഗ്രഹമാണെന്നും അവർ NDTVക്ക് അന്ന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. ഗണപതി തന്റെ ഭാഗ്യദേവനാണെന്നും താൻ തികഞ്ഞ ഭക്തയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഗണപതി ഭഗവാൻ തനിക്കൊപ്പമുണ്ടെന്നാണ് താൻ കരുതുന്നതെന്നും വഴി നടത്തുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു. അന്ന് പറഞ്ഞതുപോലെ സുനിത ഗണപതി വിഗ്രഹം ഈ ദൗത്യത്തിൽ കൊണ്ടുപോയിരിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. കടുത്ത സമൂസ പ്രേമിയായ സുനിത ബഹിരാകാശ നിലയത്തിലേക്കും പ്രിയ പലഹാരം കൊണ്ടുപോയതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. സമൂസ കാണുമ്പോഴെല്ലാം തനിക്ക് വീട് ഓർമ്മ വരുമെന്നായിരുന്നു സുനിതയുടെ നർമ്മം കലർത്തിയ മറുപടി. ആദ്യ ബഹിരാകാശ യാത്രയ്ക്കായി തയ്യാറെടുക്കുമ്പോൾ വീടിനെ ഓർമ്മിപ്പിക്കുന്ന കുറച്ചു കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചു. അന്നാണ് സമൂസയുടെ കാര്യം പറഞ്ഞത്. അത്ഭുതമെന്ന് പറയട്ടെ, ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയിൽ സമൂസയും പാക്ക് ചെയ്ത് തന്ന് നാസ ഞെട്ടിച്ചുവെന്നും സുനിത ഓർത്തെടുത്തു. ഗണപതി ഭഗവാന്റെ രൂപവും ഭഗവത്ഗീതയുമെല്ലാം സുനിത യാത്രയിൽ ഒപ്പം കരുതിയെന്നാണ് റിപ്പോർട്ടുകൾ. ഡിസ്കവറി ദൗത്യത്തിൽ പങ്കെടുത്തപ്പോഴാണ് സുനിതയ്ക്കും സഹയാത്രികരായ മൈക്കിൾ ലോപ്പസിനും മിക്കായിൽ ടൂറിനും ഇഷ്ടഭക്ഷണം കൊണ്ടുപോകുന്നതിന് നാസ അനുമതി നൽകിയത്. US സുലഭമായി ലഭിക്കുന്ന വിഭവമാണ് സമൂസ. ഹൗസ് ഓഫ് സ്പൈസസ് എന്ന സ്ഥാപനമാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമൂസ ഇറക്കുമതി ചെയ്യുന്നത്. ഓരോ മാസവും 14 ലക്ഷത്തോളം സമൂസ കൊച്ചിയിലെ സെസ്സിൽ പ്രവർത്തിച്ചിരുന്ന നിക്കാസു ഫ്രോസൺ ഫുഡ്സ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് കൊണ്ടുപോയത്. സുനിത വില്യംസിന് നാസ ലഭ്യമാക്കിയത് ഈ സമൂസയാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സുനിതയ്ക്കായി എത്തിച്ചത് കൊച്ചിയിലുണ്ടാക്കിയ സമൂസയാണെന്ന് MD അടക്കം അന്ന് വ്യക്തമാക്കിയിരുന്നു. സുനിത മടങ്ങി വന്നത് ഇന്ത്യയിലെ അടക്കം ആഘോഷമാണ്. ഗുജറാത്തിലെ മെഹ്സാനയിൽ നിന്ന് 1957 സുനിതയുടെ പിതാവ് ദീപക് പാണ്ഡ്യ US കുടിയേറിയത്. സുനിത സുരക്ഷിതമായി ഭൂമിയിലെത്താൻ പ്രാർത്ഥനകളുമായി മെഹ്സാന ഗ്രാമം ഒന്നാകെ കാത്തിരുന്നു. ദീപാവലിക്ക് എന്നതുപോലെ ആഘോഷമൊരുക്കി നാട് സ്വീകരണവും ഒരുക്കി. അഖണ്ഡ ജ്യോതി തെളിയിച്ചാണ് നാട്ടുകാർ പ്രാർത്ഥനയിൽ പങ്കുചേർന്നത്. സുനിത സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയാലുടൻ പിതാവിന്റെ സ്വന്തം നാട്ടിലേക്ക് ക്ഷണിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.